അലി അക്ബർ ഷായിലേക്ക് പോകുന്നു. അലി അക്ബർ ഷാ, ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നു. ആരുടെ പ്രതിഷേധമാണ് അവിടെ? സ്മൃതി, ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഓഫീസ് ഉപരോധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ അതിരൂക്ഷമായ വിമർശനം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികാരികൾക്കെതിരെ, സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തും ഉയർന്നിരുന്നു. ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ MLA ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ നിലയിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു നേരത്തെയും രേഖപ്പെടുത്തിയത്. ഇപ്പോൾ സൂപ്രണ്ട് ഓഫീസ് ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. വളരെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ മോശം സമീപനം, ഈ സംഭവം ഉണ്ടായ ശേഷവും അപകടമുണ്ടായ ശേഷവും രക്ഷാപ്രവർത്തനം തുടങ്ങാനുണ്ടായ അനാസ്ഥ, അതാണ് ഏറ്റവും പ്രധാനമായും ചാണ്ടി ഉമ്മനും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഉയർത്തിക്കാണിച്ചത്. 2-2.5 മണിക്കൂറോളം ഈ അപകടത്തിന് ശേഷവും ഈ ബിന്ദുവിന്റെ മൃതദേഹം പുറത്തെടുക്കാനുണ്ടായി വന്ന കാലതാമസം, ആ സമയതാമസം, അതാണ് ഏറ്റവും പ്രധാനമായും ഒരു കൃത്യവിലോപം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസും ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, അതിനുശേഷം തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഉയർത്തിക്കാണിച്ചത്. ഇപ്പോൾ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. യഥാർത്ഥത്തിൽ ആ വാർഡിലുള്ള ഇടിഞ്ഞുപോയ ആൾക്കാരെ മുഴുവൻ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ സാധനങ്ങൾ എടുക്കാൻ ഇവിടുത്തെ അധികാരികൾ സമ്മതിക്കുന്നില്ല. നമുക്കറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടി ഉമ്മനടക്കമുള്ള നേതാക്കൾ വന്നു, അവരോട് പരാതി പറഞ്ഞു, അവർ സൂപ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പോലും ഇതൊന്നും ചെയ്യാൻ ഈ സൂപ്രണ്ട് അനുവദിക്കുന്നില്ല. ഇതിന് പരാതി പറയാനും സൂപ്രണ്ടിനെ കാണാനും ഞങ്ങൾ വന്നത്. ഞങ്ങളെ മൃഗീയമായി ഈ പോലീസ് തെളിച്ചിരിക്കാൻ മൃഗീയമായി ഒരു കാരണവശാലും അനുവദിക്കത്തില്ല. അവരുടെ എല്ലാ സാധനങ്ങളും അവിടെ നിന്നെടുക്കാൻ സമ്മതിക്കണം. ഈ മുഴുവൻ രോഗികളെയും, അധികം പരിക്കില്ലാത്ത രോഗികളടക്കം ഡിസ്ചാർജ് കൊണ്ടിരിക്കുകയാണ്. അതൊരു കാരണവശാലും അനുവദിക്കത്തില്ല. ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവൻ രോഗികളെ ഷിഫ്റ്റ് ചെയ്ത കാര്യമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. സ്മൃതി, തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ കടന്നു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആ നിലയിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. ഈ സംഭവം ഉണ്ടായി അടിയന്തരമായി തന്നെ ആ വാർഡിൽ നിന്നും ഉണ്ടായിരുന്ന രോഗികളെ നിർബന്ധിത ഡിസ്ചാർജിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഞെട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് അടുത്ത ആഴ്ച ഓപ്പറേഷൻ നടക്കാനിരിക്കുന്ന രോഗിയെ പോലും നിർബന്ധിച്ച് ഇപ്പോൾ ഡിസ്ചാർജിലേക്ക് വിടുന്നു എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ, അത് രോഗികളുടെ ഭാഗത്തു നിന്നും ബൈസ്റ്റാൻഡർമാരുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ മോശപ്പെട്ട നിലയിലുള്ള സമീപനമാണ് ഈ സംഭവത്തിന് ശേഷവും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസിന്റെ വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തുകയാണ്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പോലീസുകാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, പ്രതിഷേധക്കാരെ തടയുന്നതും നമുക്ക് കാണാം. എന്തായാലും ഈ വിഷയം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. കാരണം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്, അതുപോലെ മന്ത്രിമാരുടെ വളരെ നിരുത്തരവാദപരമായ പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റു പ്രതിസന്ധികളില്ല, രണ്ടുപേർക്ക് സാരമായ പരിക്കേറ്റു എന്നതിനപ്പുറത്തേക്ക് മറ്റു പ്രശ്നങ്ങളില്ല. ആളില്ലാത്ത കെട്ടിടത്തിലാണ് അപകടമുണ്ടായതെന്ന നിലയിലുള്ള മന്ത്രിമാരുടെ, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം, അവിടെ വന്ന വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഉണ്ട്. ആ ഘട്ടം മുതൽ തന്നെ ദ്രുതഗതിയിലുള്ള ഒരു പരിശോധന ഈ അപകടം നടന്ന സ്ഥലത്ത് നടത്തിയില്ല, രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്ത് മെമ്പറാ ഇവരെ അടക്കം 2.5 മണിക്കൂറാണ് ഇവിടെ ഒരു രോഗി കിടന്നത്. ആ രോഗി കിടന്ന സമയത്ത് ഒരാർജവുമില്ലാതെ ഫയർഫോഴ്സും പോലീസും ഇവിടുത്തെ അവർ മൊത്തം അവിടെ നോക്കിയിരുന്നു. മന്ത്രി വീണയും വാസവനും പറഞ്ഞു ഇവിടെ ഒന്നും പറ്റിയില്ലെന്ന്. എന്നിട്ട് ഒരാൾ മരിച്ചു പോയത് മൃഗീയമായിട്ട്. ഈ നാടകെട്ട അവസ്ഥ ഈ മെഡിക്കൽ കോളേജിൽ ചെയ്ത് ഈ പറഞ്ഞ പ്രതി. എന്നിട്ട് ഞങ്ങൾ സൂപ്രണ്ടെ കാണാൻ വരുമ്പം അവരൊക്കെ അവന്റെ അഹങ്കാരം കാണിക്കുന്നു. പോലീസ് ഏമാര് ഞങ്ങളിത് കുറെ കണ്ടതാ. മന്ത്രി പറഞ്ഞു ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്ന്. ഒരാൾ മരിച്ചു, അതിന് ഉത്തരവാദിത്തം മന്ത്രി തന്നെ ഏറ്റെടുക്കണം. രാജിവെച്ചിട്ട് പുറത്തു പോകണം. ഇല്ലെങ്കിൽ എല്ലാ സ്ഥലത്തിലും യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ തടയും. അത് രാജിവെക്കുന്നവരെ സമരം മുന്നോട്ട് പോകും. തീർച്ചയായും ആരോഗ്യമന്ത്രിയുടെ രാജിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രി നടത്തിയ പ്രതികരണം, ഇവിടെ വലിയ അപകട സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട സാഹചര്യമില്ല, രണ്ടുപേർക്ക് സാരമായി പരിക്കേറ്റത് മാത്രമാണ് പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞ ആ പ്രതികരണം, അതാണ് ഏറ്റവും പ്രധാനമായും ഇതിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയതെന്ന് തന്നെ പറയേണ്ടി വരും. ആ പ്രതികരണം തന്നെയാണ് ഈ സംഭവത്തെ നിസാരവൽക്കരിക്കുകയും പിന്നീട് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ വൈകുന്ന നിലയിലേക്ക് എത്തിച്ചതെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഏകദേശം 2.25 മണിക്കൂറോളം വൈകി ഒരു അപകടം നടന്ന് ആശുപത്രിക്ക് അകത്തേക്ക് വാഹനങ്ങൾ കടന്നു വന്ന് ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കാനെന്ന് പറയുന്നത് വളരെ വളരെ വലിയ വീഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മകളുടെ ചികിത്സയ്ക്ക് സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവരുടെ പ്രതിഷേധമാണ് കാണുന്നത്. തിരച്ചിൽ, രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. 2.25 മണിക്കൂർ വൈകുന്നതിനിടയിലാണ് ഒരു ജീവൻ പൊലിഞ്ഞത്. ഇപ്പോൾ കെട്ടിടം തകർന്നയുടനെ അവശിഷ്ടങ്ങൾ നീക്കി ഒരു പരിശോധന, ഒരു തിരച്ചിലേക്ക് കടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, വിവരങ്ങൾ പുറത്തേക്ക് പറയുന്നതിലൊക്കെ വൈകി. മന്ത്രിമാർ നേരത്തെ നടത്തിയ പ്രതികരണങ്ങൾ തന്നെ പാളിപ്പോയി എന്നുള്ളതാണ്. സാരമായ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും ഉപയോഗിക്കാത്ത ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത് എന്നുമുള്ള വാദങ്ങളാണ് ഇപ്പോൾ പൊളിയുന്നത്. ഒരേ റോയിലുള്ള, ഒരേ നിലയിലുള്ള
3 നിലയുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗം, താഴത്തെ ഭാഗത്തെ ശുചിമുറി മാത്രമാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ അതിന് തൊട്ട് മുകളിലുള്ള ശുചിമുറി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ അവസ്ഥയും അതീവ ദയനീയമായിരുന്നു എന്ന് അത് ഉപയോഗിച്ചവർ പറയുന്നു.